വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ അന്താരാഷ്ട്ര സംഘടനകളുടെ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലീഗ് ഓഫ് നേഷൻസ് പഠിച്ചു, അതുപോലെ തന്നെ UNO പഠിച്ചു. UNOന്റെ അനുബന്ധമായിട്ടുള്ള ഘടകങ്ങൾ, അതായത് സെക്രട്ടേറിയറ്റ് വരെയുള്ള ഘടകങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് UNOന്റെ കീഴിലുള്ള ചില ഏജൻസികളാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ WTO, അതുപോലെ തന്നെ WHO പോലുള്ള ഒന്ന് രണ്ട് ഏജൻസികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ WTO അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ ലോക വ്യാപാര സംഘടന, ആ സംഘടനയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ WTO പറയുമ്പോൾ WTOന്റെ മുൻഗാമി ആരാന്ന് നമ്മൾ പഠിക്കണം. അതായത് +1 ഇക്കണോമിക്സിന്റെ പുസ്തകത്തില് ഡീറ്റെയിൽഡ് ആയിട്ട് WTOനെയും കാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നും കൂടെ പറയുന്നത്. അപ്പൊ പറയുന്നത് എന്താ വെച്ചാ, WTOന്റെ മുൻഗാമി എന്നാണ് ഗാട്ടിനെ വിളിക്കുന്നത്. ഗാട്ട് എന്താണ്? WTO എന്താന്ന് നമ്മൾ പറഞ്ഞല്ലോ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ ലോക വ്യാപാര സംഘടന. വെറുതെ അത് പേര് മാത്രമേ ഞാൻ പറയുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയാം. അപ്പൊ ഗാട്ട് എന്താണ്? ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. അങ്ങനെ അപ്പൊ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് അഥവാ ഗാട്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അത് വെറുതെ ഒരു എഗ്രിമെന്റ് ആണ്, അല്ലാതെ അതൊരു സംഘടനയല്ല എന്ന് മനസ്സിലായി. അതായത് ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞ് പല രാജ്യങ്ങളും അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ നേടി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒക്കെ കീഴിൽ സുഗമമായിട്ടുള്ള അവരുടെ ഭരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോവാണ്. ആ സമയത്ത് ഇപ്പോ ഓരോരോ രാജ്യങ്ങൾക്കും സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാനോ സർവീസ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല, മറ്റു രാജ്യങ്ങളുടെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ വ്യാപാര രംഗത്ത് തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് സ്മൂത്ത് ആയിട്ട് പോവാൻ വേണ്ടി, അന്താരാഷ്ട്ര രംഗത്തെ വ്യാപാര തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട്, മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾക്ക് കയറ്റുമതി ചെയ്യാനും അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് 23 രാജ്യങ്ങൾ ചേർന്ന് ഒരു കരാറ് സൈൻ ചെയ്യാണ്. ആ കരാറിന്റെ പേരാണ് ഗാട്ട് അഥവാ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്നത്. ഇത് 1947 ഒക്ടോബർ 30-നാണ് സൈൻ ചെയ്യുന്നത്. 1947 ഒക്ടോബർ 30-ന് സൈൻ ചെയ്യുന്നു. ഈ കരാർ 1948 ജാനുവരി 1 മുതൽ നിലവിൽ വരുന്നു. ഗാട്ട് എന്ന് പറയുന്ന ആ എഗ്രിമെന്റ് 48 ജാനുവരി 1 തൊട്ട് നിലവിൽ വരികയാണ്. പക്ഷെ നമ്മൾ കുറെ ആ എഗ്രിമെന്റ് സൈൻ ചെയ്ത ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ രാജ്യം, ഇന്ത്യയും സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ രാജ്യങ്ങൾ വെറുതെ 10-23 രാജ്യങ്ങൾ കൂടി ചേർന്ന് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു എന്നുള്ളതല്ലാതെ ഈ ഇതൊരു സംഘടനയല്ല, അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ ഒരു തലവനില്ല, അംഗരാജ്യങ്ങളില്ല, അല്ലെങ്കിൽ അവരുടെ സമ്മേളനങ്ങളില്ല, അങ്ങനെയൊന്നും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ട് ഗാട്ട് അങ്ങനെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയില്ല. അപ്പൊ എന്താണ് ഇതിന് നമ്മുടെ ഈ വ്യാപാരം സ്മൂത്ത് ആയിട്ട് പോവാൻ വേണ്ടിയിട്ട് ഒരു സംഘടനയുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി 1994 ഏപ്രിൽ 15-ാം തീയതി 1994 ഏപ്രിൽ 15-ാം തീയതി മൊറോക്കോയിലെ മാരക്കേഷ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉച്ചകോടി നടക്കുകയാണ്. ഒരു ഉച്ചകോടി നടന്നു. ആ ഉച്ചകോടിയില് നമുക്ക് ഗാട്ട് മാറ്റി, ഗാട്ടിന് പകരം ലോക വ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കാമെന്ന് ധാരണയിലാവുകയാണ്. രാജ്യങ്ങളൊക്കെ ചേർന്ന് ധാരണയിലാവുകയാണ്. അങ്ങനെ ലോക വ്യാപാര സംഘടന ഈ 1994 ഏപ്രിൽ 15-ന് മൊറോക്കോയിലെ മാരക്കേഷിൽ നടന്ന ഉച്ചകോടി പ്രകാരം നമുക്ക് രൂപീകരിക്കാം എന്ന് പറഞ്ഞ സംഘടന 1995 ജാനുവരി 1-ന് നിലവിൽ വരുന്നു. അപ്പോ ലോക വ്യാപാര സംഘടന അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നാ വന്നേ? 1995 ജാനുവരി 1-ന് വന്നു. അങ്ങനെ ജാനുവരി 1-ന് വന്നു. ലോക വ്യാപാര സംഘടനയ്ക്ക് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്, ജനീവയാണ് അതിന്റെ ആസ്ഥാനം. അപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അതില് എന്തുണ്ടാവും? അത് നിയന്ത്രിക്കാൻ ഒരു തലവൻ ഉണ്ടാവും. ഇപ്പൊ അത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിക്കാം. ഇപ്പൊ പഠിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അംഗങ്ങളൊക്കെ തലവന്മാരൊക്കെ മാറും നമുക്കത് ബുദ്ധിമുട്ടാവും ക്ലാസ് കേൾക്കുമ്പോൾ. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ ഞാൻ അതിന്റെ ഹെഡൊക്കെ പറയുള്ളൂ. ഇപ്പോഴത്തെ ഹെഡ് ആരാന്ന് നിങ്ങൾ ഏതായാലും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോ 1995 ജാനുവരി 1-ന് ലോക വ്യാപാര സംഘടന നിലവിൽ വരികയാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം അഥവാ WTO അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് WTO നിലവിൽ വന്നത്? ഒന്ന് നമ്മൾ പറഞ്ഞു, അന്താരാഷ്ട്ര വ്യാപാര രംഗത്തെ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ
പോയിന്റ് ആയിട്ട് നമ്മൾ അത് രണ്ടു മൂന്നെണ്ണം പഠിച്ചു വെക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ +1കാരുടെ പുസ്തകത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് 4 മാർക്കിന്റെ ചോദ്യമൊക്കെ ആയിട്ട് അത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാം, അന്താരാഷ്ട്ര വിപണിയില് എല്ലാ രാജ്യങ്ങൾക്കും അംഗത്വം കൊടുക്കുക, അല്ലെങ്കിൽ അവസരം കൊടുക്കുക. വിപണിയില് അവസരം കൊടുക്കുക. നിയമത്തിൽ അധിഷ്ഠിതമായ വ്യാപാര നിയന്ത്രണ സംവിധാനം കൊണ്ടുവരിക. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കുത്തകയായിട്ട് വ്യാപാരം മാറാതെ നിയമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വ്യാപാര നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവരിക. ഈ ട്രേഡ് കീഴില് ബാങ്കിങ് മേഖലകളെയും ഇൻഷുറൻസ് മേഖലകളെയും ഉൾപ്പെടുത്തുക. അതുപോലെ താരിഫ്, കോട്ട തുടങ്ങിയ പ്രതിബന്ധങ്ങളൊക്കെ മാറ്റുക. ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഥവാ ലോക വ്യാപാര സംഘടന നിലവിൽ വരുന്നത്. അപ്പൊ അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും അവസരം കൊടുക്കുക, നിയമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വ്യാപാര നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവരിക, ബാങ്കിങ് ഇൻഷുറൻസ് മേഖലകൾ ഇതിന്റെ കീഴിൽ കൊണ്ടുവരിക, താരിഫ്, കോട്ട തുടങ്ങിയ പ്രതിബന്ധങ്ങൾ നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി 1995 ജാനുവരി 1 ജനീവ ആസ്ഥാനമായി നിലവിൽ വന്ന സംഘടനയുടെ പേരാണ് എന്ത്? നമ്മുടെ ലോക വ്യാപാര സംഘടന. 1995 ജാനുവരി 1. ഇനി ഇന്ത്യ അംഗാണോ WTOയിൽ? ഇന്ത്യ അംഗാണോ? അതെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യ അംഗാണ്. എന്നങ്കായി? സ്ഥാപിച്ച ദിനം തന്നെ അംഗായി. 1995 ജാനുവരി 1 തന്നെ ഇന്ത്യ അംഗായി. എത്ര അംഗങ്ങളുണ്ട് ലോക വ്യാപാര സംഘടനയിൽ? എത്ര അംഗങ്ങളുണ്ട്? ലോക വ്യാപാര സംഘടനയിലെ നിലവിലെ അംഗരാജ്യങ്ങൾ 164 എത്രയാണ്? 164 അംഗരാജ്യങ്ങൾ ലോക വ്യാപാര സംഘടനയിലുണ്ട്. 164ാമത്തെ അംഗരാജ്യം ആരാണ്? 164ാമത്തെ അംഗരാജ്യത്തിന്റെ പേര് അഫ്ഗാനിസ്ഥാൻ എന്നാണ്. 163ാമത്തെ അംഗരാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ലൈബീരിയ പറയും. ഏതാണ്? ലൈബീരിയ. അപ്പൊ നമ്മൾ പറഞ്ഞു WTO അഥവാ ലോക വ്യാപാര സംഘടന എന്തിന്റെ ഒരു അനുബന്ധ സംഘടനയാണ്? നമ്മുടെ UNOന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു അനുബന്ധ ഏജൻസിയാണ്. ഇത് ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുബന്ധ ഏജൻസിയായ ലോകാരോഗ്യ സംഘടന നിലവിൽ വരുന്നതിന് മുന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുൻഗാമി എന്ന് പറയുന്ന ഒരു സംഭവം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ ലോകാരോഗ്യ സംഘടനയുടെ മുൻഗാമി എന്ന് വിളിക്കുന്നത് ഗാട്ടിനെയാണ്. ഗാട്ട് ഒരു സംഘടനയല്ല, അതൊരു എഗ്രിമെന്റ് മാത്രമാണ്. ജനറൽ എഗ്രിമെന്റ് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. അതിന് എന്താ പറയാ, സ്വന്തമായി നിയന്ത്രിക്കാൻ ഒരാളോ അല്ലെങ്കിൽ ഒരു ആസ്ഥാനമോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച അന്താരാഷ്ട്ര തലത്തില് ഒരു വ്യാപാര തടസ്സമില്ലാണ്ട് സ്മൂത്തായിട്ട് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യം നേടാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ലോക വ്യാപാര സംഘടന എന്ന് പറയുന്ന ഒരു സംഘടന നിലവിൽ വരികയാണ്. അങ്ങനെ ലോക വ്യാപാര സംഘടനയ്ക്ക് കാരണമായ ഉച്ചകോടി നടക്കുന്നത് 1994 ഏപ്രിൽ 15 നടന്നത് മൊറോക്കോയിലെ മാരക്കേഷ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ 1995 ജാനുവരി 1 എന്ത് നിലവിൽ വരികയാണ്? ലോകാരോഗ്യ സംഘടന നിലവിൽ വരുന്നു. വന്ന അന്ന് തന്നെ ഇന്ത്യ അംഗമാകുകയും ചെയ്യുന്നു. നിലവിലെ അംഗരാജ്യങ്ങൾ 164ാമത്തെ അംഗരാജ്യം അഫ്ഗാനിസ്ഥാൻ, 163ാമത്തെ അംഗരാജ്യം ലൈബീരിയ. ഇനി അതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഗാട്ട് കരാർ എന്നാണ് സൈൻ ചെയ്തതെന്ന് ഓർത്തു വയ്ക്കുക. 1947 ഒക്ടോബർ 30 ഗാട്ട് നിലവിൽ വന്നത് 48 ജാനുവരി 1 WTOന്റെ മുൻഗാമി ആര് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. WTOന്റെ ആസ്ഥാനം, എല്ലാ കാര്യങ്ങളും, ഇന്ത്യ എന്ന അംഗമായി, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇത്രയാണ്. അതുപോലെ തന്നെ ഗാട്ടിന്റെ പൂർണ്ണരൂപം ഓർത്തു വെക്കണം. ഗാട്ടിന്റെ പൂർണ്ണരൂപം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്നാണ്. നമ്മൾ WTO, ഗാട്ട് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് WHO. എന്താണ് WHO പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും എന്തിന്റെ അനുബന്ധ ഏജൻസി തന്നെയാണ്? UNOന്റെ അനുബന്ധ ഏജൻസി തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ UNOന്റെ അനുബന്ധ ഏജൻസിയായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്? അന്താരാഷ്ട്ര തലത്തില് പൊതുജനങ്ങളുടെ ആരോഗ്യ പ്രവർത്തനങ്ങളെ രൂപീകരിക്കുക, അത് ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി UNOന്റെ അനുബന്ധ ഏജൻസിയായി നിലവിൽ വന്ന ഒരു രാഷ്ട്രീയ ഇതര സംഘടനയാണ്. അതിലവിടെ രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയ ഇതര സംഘടനയാണ് ലോകാരോഗ്യ സംഘടന. അപ്പൊ മഹാമാരികളൊക്കെ ലോകത്തുണ്ടാവുക. ഇപ്പൊ ചുരുക്കം പറയാൻ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, കൊറോണ പോലെയുള്ള മഹാമാരി ഉണ്ടായി. അപ്പൊ ഒക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒക്കെ ധാരാളം സഹായങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ
എന്താ പറയാ, എന്തെങ്കിലും മഹാമാരികള്, അങ്ങനെ ദുരന്തങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഓരോ രാജ്യങ്ങളെയും സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 1948 ഏപ്രിൽ 7 ജനീവ ആസ്ഥാനമായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോക ആരോഗ്യ സംഘടന നിലവിൽ വരുന്നു. അപ്പൊ ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് എന്നാണ്? 1948 ഏപ്രിൽ 7 ഏപ്രിൽ 7 പ്രത്യേകത എന്താണ്? ലോക ആരോഗ്യ ദിനാണ്. കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. എവിടെ ആസ്ഥാനം? ജനീവ. ഇനി ലോകാരോഗ്യ സംഘടനയിൽ എത്ര അംഗങ്ങളുണ്ട്? ലോകാരോഗ്യ സംഘടനയിലെ അംഗസംഖ്യ 194. ലോകാരോഗ്യ സംഘടനയിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് എത്ര പേരാണ്? 194 പേരാണ്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാ വന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? എന്തായിരിക്കും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം? ലോകത്തെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക. ലോകത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും മഹാമാരികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ മഹാമാരികൾ നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. മഹാമാരികൾ അല്ലെങ്കിൽ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് ആരുടെ ലക്ഷ്യം? WHO അഥവാ ലോക ആരോഗ്യ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ലോക ആരോഗ്യ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് ഒരു ഇന്ത്യൻ വനിതയെ അപ്പോയിന്റ് ചെയ്യണ്ടായി. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതകൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഇന്ത്യൻ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ. ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിത രാജ്കുമാരി അമൃത് കൗർ. ലോകാരോഗ്യ സംഘടനയിൽ ഓഡിറ്ററായി നിയമിതനായ ആദ്യ ഏഷ്യക്കാരൻ VN കൗൾ. ആരാണ്? VN കൗൾ. ലോകാരോഗ്യ സംഘടനയിൽ ഓഡിറ്ററായി നിയമിതനായ ആദ്യ VN കൗൾ. ഇനി ലോകാരോഗ്യ സംഘടനയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്, വനിതയാണ്, രാജ്കുമാരി അമൃത് കൗർ. ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെ, ഇന്ത്യൻ വനിത ആണെന്ന് പറഞ്ഞു. ഇനി ലോകാരോഗ്യ സംഘടനയുടെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഗ്രോ ഹാർലേം ബ്രണ്ട്ലാൻഡ്. അവരാണ് ലോകാരോഗ്യ സംഘടനയുടെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ. അപ്പോൾ ഡയറക്ടർ ജനറൽ പദവി ലോകാരോഗ്യ സംഘടനയിലെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ഗ്രോ-ഹാർലേം ബ്രണ്ട്ലാൻഡ് ആണ്. ആദ്യത്തെ വനിതാ പ്രസിഡന്റായ ഇന്ത്യക്കാരി രാജ്കുമാരി അമൃത് കൗർ ആണ്. അവിടുത്തെ എന്താ പറയാ, ഓഡിറ്ററായി നിയമിതനായ ഏഷ്യക്കാരൻ VN കൗൾ ആണ്. ഇത്രയും നമ്മൾ ഓർത്തു വെക്കുക. ഇനി എന്താ പറയുന്നത്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാറ്റാം. അപ്പൊ ഇന്ന് WTO, WHO, GATT ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇത് അത്ര സുഖമുള്ള ഒരു കാര്യമല്ല പഠിക്കാൻ, പക്ഷെ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ സുഖം നോക്കി അല്ലെങ്കിൽ ഇഷ്ടം നോക്കി പഠിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കുറച്ച് തന്ന് നിങ്ങളെ കൊണ്ട് സ്മൂത്ത് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച്, അതായത് വലിയ മണിക്കൂർ കണക്കിനുള്ള വീഡിയോസ് ഒന്നും ഇട്ട് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ. പക്ഷെ ചിലത് കൂടുതൽ സമയം ഇടാറുണ്ട്. പക്ഷെ ഇത്തരം ടോപ്പിക്കുകളൊക്കെ പരമാവധി കുറച്ചിടാനായിട്ട് ഞാൻ നോക്കാം. അപ്പൊ ഈ 3 സംഘടനകളും ഇതിന് മുമ്പത്തേതും നിങ്ങൾ പഠിക്കുക. ഇതിന് മുമ്പത്തേതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അത് കണ്ട കുട്ടികള് ഓക്കെ, കാണാത്ത കുട്ടികളൊന്ന് കാണൂ കേട്ടോ. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.